റോസി, ഇവിടെ ആരും കാണില്ലല്ലോ. കള്ളന്മാരും മുഴുവൻ എടുത്തുകൊണ്ട് പോയി അറിയില്ലല്ലോ. റോസി, വരുന്നു. ഇരിക്കടോ. ഇവിടെ വാ. ഇതാണ് സുശീലൻ വക്കീല്. നമസ്കാരം. ഇത് ഹരിചന്ദ്രൻ. നമസ്കാരം. നീ പോയി ഇവർക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്ക്. എന്റെ ഭാര്യ ആയതുകൊണ്ട് പറയല്ല, ഇവളുടെ കൈ കൊണ്ട് എന്ത് ഉണ്ടാക്കിയാലും ഭയങ്കര രുചിയാ. അതല്ലേ ഞാൻ ഇങ്ങനെ തടിച്ചിരിക്കുന്നത്. നിങ്ങൾ കാപ്പി കുടിച്ചിട്ടേ പോവോ കേട്ടോ. അവരുടെ കാര്യം എനിക്കറിയില്ല, ഞാൻ കാപ്പി കുടിച്ചിട്ടേ പോവുള്ളൂ. പിന്നെ പട വന്നല്ലോ. നീ വന്നേ, ചോദിക്കട്ടെ, മോളുടെ പേരെന്താ? കൊള്ളാലോ. അപ്പൊ സ്കൂളിലെ സാറന്മാർക്കൊക്കെ മോളെ സാറേന്ന് വിളിക്കേണ്ടി വരുമല്ലോ. ഇയാളുടെ പേരെന്താ? സണ്ണി. എത്രാം ക്ലാസ് പഠിക്കുന്നു? 8ാം ക്ലാസ് പഠിക്കുന്നു. അപ്പൊ കഴിഞ്ഞ പോലെ 7ാം ക്ലാസ്സിലായിരുന്നിരിക്കും അല്ലേ? 6ാം ക്ലാസ്സിൽ. അച്ചാച്ചന്റെ പേരെന്തുവാ? എന്റെ പേര് ഹരിചന്ദ്രൻ. അച്ചാച്ചന്റെ കഥയൊക്കെ എനിക്കറിയാം. അതെങ്ങനെ? കഴിഞ്ഞ ലക്കത്തെ ചിത്രകഥയിൽ അച്ചാച്ചന്റെ കഥയായിരുന്നു ഹരിചന്ദ്രൻ. മോളെ, അത് ഈ അച്ചാച്ചന്റെ കഥയല്ല. ഈ അച്ചാച്ചന്റെ കഥയുടെ പേര് ഹനുമാൻ. ഇവൾക്ക് ആരെങ്കിലും ഒന്ന് കിട്ടിയാ മതി, പിന്നെ തുടങ്ങിക്കോളും. കഥയായി, കളിയായി, ബഹളായി. അത് റോസിഡിയാ. പക്ഷെ ഇവൻ അങ്ങനെയല്ല. ഇവിടെ വാടാ. പതുക്കെ നടക്കണ കണ്ട, ഇവൻ സ്വല്പം ആർട്ട. കളിയും ചിരിയൊക്കെ സ്വല്പം കുറവാ. എന്റെ കുണമാണെന്നാ റോസി പറയണേ. ഇവരൊക്കെ ആരാടാ? ഇതെന്റെ മോനും അത് മോളും. അതല്ല, അപ്പുറത്തിരിക്കുന്നത് അതെന്റെ കൂട്ടുകാരാ. അകത്തൊരുത്തിയുടെ ഇഴക്കവും ചാട്ടവും കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ പുറത്ത് ആരോ വന്നിട്ടുണ്ടെന്ന്. ഞാനായിട്ടൊന്നും പറയുന്നില്ലേ. നല്ല തങ്കപ്പെട്ട സ്വഭാവം. ആരുടെ? അമ്മച്ചിയുടെ. അമ്മ ദിവസം പള്ളിയിൽ പോവും. അമ്മായിയമ്മ എങ്ങനെ ഇരിക്കണെന്ന് എന്റെ അമ്മയെ കണ്ടു പഠിച്ചാൽ മതി. മഹാത്മാഗാന്ധി ആണെങ്കിലും ആ വടി എടുത്ത് അപ്പടിക്കും. മതി മതി, ആഹാരം റെഡി. ഇയാളെന്ത് പട്ടിണി കിടന്ന പോലെ ഓടണേ? ഭയങ്കര വിശപ്പായിരിക്കല്ലേ? വിശപ്പല്ല, ആക്രാന്തം. എന്താ ഇത്? നിന്റെ ഈ മുഖം കണ്ടുകൊണ്ട് എങ്ങനെയാ റോസി ഞാൻ സമാധാനായിട്ട് പോവാ? എല്ലാം നല്ലതിനാണെന്ന് കരുതി സന്തോഷായിട്ടിരിക്കേ. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഞാൻ പോണില്ല, എന്തു വരട്ടെ. വേണ്ട, അച്ചായം പോണം. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരുമെങ്കിൽ അതിനുവേണ്ടി എന്തും സഹിക്കാൻ ഞാൻ തയ്യാറാണ്. എന്നാലും മനസ്സിനാകെ പേടി തോന്നുന്നു. ഇച്ചായ, നീ ധൈര്യമായിട്ടിരിക്കും. വെറും 20 ദിവസത്തേക്കല്ലേ ഉള്ളൂ. അത് തന്നെയല്ല, എപ്പോഴും വിവരങ്ങൾ അറിയിക്കാൻ സുശീലിനും ഹരിയൊക്കെ ഉണ്ടല്ലോ. രാസനാദിപ്പൊടി ഇതിൽ വെച്ചിട്ടുണ്ട്. കുളി കഴിഞ്ഞാൽ തലയിൽ തിരുമ്മ മറക്കണ്ട. പിണ്ടതേലും കുഴമ്പ്, സോപ്പ്, അമൃതാഞ്ച്, മരുന്ന് ഒക്കെ ചെറിയ ബാഗിനകത്ത് വെച്ചിട്ടുണ്ട്. ബൈബിൾ വായന മുടക്കല്ലേ. ഇവിടുത്തെ കാര്യങ്ങൾ ഓർത്തൊന്നും വിഷമിക്കണ്ട, എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. അയ്യേ, എന്തിനാ കരയണേ? നീ തന്നെയല്ലേ പറഞ്ഞത് എല്ലാം നന്മയ്ക്ക് വേണ്ടിയാണ്. എന്നെ സന്തോഷമായിട്ട് യാത്രയാക്കുക. കണ്ടോ? കറണ്ട് കട്ടായതുകൊണ്ട് ആരും കാണാതെ വരാൻ സാധിച്ചു. ഭാഗ്യം. ഹരിചന്ദ്രൻ എവിടെ? അവൻ ഇപ്പൊ വരും. അവൻ അയവാച്ചന് താമസിക്കാനുള്ള സ്ഥലം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോയിരിക്കാം. എനിക്ക് എന്താന്നറിയില്ല, നെഞ്ചിനകത്തൊരു കല്ലിരിക്കുന്ന പോലെ തോന്നുന്നു. എക്സ്റേ എടുത്ത് നോക്കണോ? അതല്ലടോ, ഒരു സംഭ്രമം. അത് അയവാച്ചൻ ഇത് ആദ്യം ആയതുകൊണ്ടാ. കുറച്ച് ദിവസം കഴിയുമ്പോ ഇതൊക്കെ ഒരു ശീലം ആയിക്കോളും. ഇരിക്കേ. മോനെ ചെക്ക് ചെയ്താ. എന്താ? ആകെ കുഴഞ്ഞു.
നമ്മൾ കണ്ടുവച്ചിരുന്ന താമസ സ്ഥലം കുറച്ച് ധർമ്മക്കാർ കയ്യേറി കഞ്ഞിവെപ്പും കുടിയും തുടങ്ങി. തിരുവല്ലോമല ഉത്സവം തുടങ്ങല്ലേ, അതിന് വന്നവരാ. ഇനി നമ്മൾ അവിടെ പോയ പുതിയൊരു താമസ സ്ഥലം കണ്ടെത്തുക. അയവാച്ചന്റെ ഫോട്ടോ പത്രത്തിൽ കൊടുക്കുകയും ചെയ്തു. കാവുങ്കൽ അമ്പലത്തിന് അക്കരെയുള്ള 10 ഏക്കർ റബ്ബർ തോട്ടം കോയിക്കലാണെന്നല്ലേ നീ എന്നോട് പറഞ്ഞത്? നമ്മുടെ രാധികയുടെ. അതിന്റെ പടിഞ്ഞാറേ മൂലയിലുള്ള പഴയ കെട്ടിടം ഓർക്കുന്നുണ്ടോ നീ? നമ്മൾ ഒരു ദിവസം സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുമ്പോ മഴയത്ത് കയറിയുന്ന സ്ഥലം. അത് തന്നെ. ഞാൻ രാധികയോടൊന്ന് ഫോൺ ചെയ്ത് ചോദിച്ചാലോ? അവള് സമ്മതിക്കോ? ഐ ലൈക്ക് യു എന്നൊക്കെ പറഞ്ഞല്ലേ, സമ്മതിക്കായിരിക്കില്ല. നീ എന്താ ചോദിക്കാൻ പോകുന്നത്? പറഞ്ഞതുപോലെ നിന്റെ ഒരു കക്ഷിയെ ആരും അറിയാതെ ഒരാഴ്ചത്തേക്ക് ഒളിയിൽ താമസിപ്പിക്കാനാണെന്ന് പറയാം. എന്താ? അതൊക്കെ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പൊക്കോളാം. ഇതൊക്കെ തന്നെയാണ് പ്രശ്നം. അയവാച്ച നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് തീരുമാനിച്ചതുപോലെ തന്നെ നടത്തണം. എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും അയവാച്ച മുട്ടുകുത്തരുത്. സുശീല, ഈശോയേ, ഏതായി ജുബാക്കാരൻ? എന്റെ ഒരു കക്ഷിയാ. ഓഹോ, എന്താ പേര്? അയ്യേ. പേര് പറയാൻ എന്തിനാ നാണിക്കുന്നേ? നാണക്കേടുണ്ടായിട്ടല്ല, അയ്യേ അയവാച്ചൻ. ഓഹോ, അയവാച്ചൻ പേടിക്കണ്ട, ഇദ്ദേഹമാണ് ഞങ്ങളുടെ ആത്മീയ ഗുരു പരമർ. അത് നെല്ലിനടിക്കുന്ന വിഷല്ലേ? അത് പരാമർ, ഇത് പരമർ. മറ്റേ ശുംഭനകത്തുണ്ടോ? ഇല്ല, പുറത്തു പോയിരിക്കുക. ആശ്വാസമായി. കൃഷ്ണ, ഗുരുവായൂരപ്പാ. എന്തായി പോയ കാര്യം? എല്ലാം ഓക്കെ. ഇപ്പോഴാ ശ്വാസം നേരെ വീണത്. സുശീല, വെള്ളവും ഗ്ലാസും. ബോട്ടില് തീരാറായി, എനിക്ക് മാത്രം കിട്ടിയില്ല. പരമേട്ട, ഒരെണ്ണം ഹരിചന്ദ്രനോട് കൊടുത്താലോ? ഈ നീചനെ ഞാൻ ഒരു തുള്ളി കൊടുക്കില്ല. നിന്റെ തന്നെ കുഴപ്പാ. നീ എന്തിനാ പരമേട്ടന് വിം കലക്കി കൊടുത്തത്? അതിന്റെ വിമ്മിഷ്ടം എനിക്ക് ഇപ്പോഴും തീർന്നിട്ടില്ല. ഇനി മേലാൽ ഞാൻ വിം കലക്കി കൊടുക്കില്ല. ഉറപ്പാണല്ലോ? ഉറപ്പാണ്. പരമേട്ടൻ പറയുന്ന പോലെ എല്ലാം അനുസരിക്കാൻ തയ്യാറാണോ? തയ്യാറാണ്. പരമേട്ടന്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ തയ്യാറാണോ? സ്വീകരിച്ചിരിക്കുന്നു. ശിഷ്യനായ സ്ഥിതിക്ക് ഒരെണ്ണം കൊടുക്കാല്ലേ പരമേട്ട? വെള്ളം ഒഴിക്കണ്ട കേട്ടോ. അയ്യോ, നീ എന്താ വായി നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? കുടിക്കടാ. നിങ്ങളെല്ലാം പറഞ്ഞില്ലേ, ഞാൻ മാത്രം പറഞ്ഞില്ല. ചിയേഴ്സ്. അയ്യോച്ച, പരമേട്ട. അയ്യോച്ച, പണ്ട് മാർത്താണ്ഡവർമ്മ ഒളിവിൽ താമസിച്ചിരുന്ന സ്ഥലമായത്. രാജാവ് ഇവിടെ വന്നാണ് വന്യമൃഗങ്ങളെ വേട്ടയാടിക്കൊണ്ടിരുന്നത്. നല്ല പ്രശാന്ത സുന്ദരമായ സ്ഥലം ഇല്ലേ അയവാച്ച? ഇവിടെ ഞാൻ എങ്ങനെയാ ഒറ്റയ്ക്ക്? നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്റെ കൂടെ താമസിച്ചൂടെ? കുറച്ച് ദിവസത്തേക്കല്ലേ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. എനിക്ക് പേടിയാവുന്നു. ഞാനും നിങ്ങളുടെ കൂടെ നിങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കാൻ പോവാ. പത്രത്തിൽ കണ്ടവരുണ്ടോ എന്നുള്ള പരസ്യം കൊടുത്ത് അയവാച്ചനെ വീട്ടിൽ താമസിപ്പിച്ച കുറ്റം ഏതൊക്കെ വകുപ്പാണെന്ന് അറിയാവോ? ഞാനപ്പോ ശരിക്കും കുടുങ്ങിയില്ലേ? അയ്യേ, എന്താ അയവാച്ച ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരു കാര്യം പറയാം, അയവാച്ചന് ഞങ്ങളെ വിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് ഈ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഏയ്, അയവാച്ചൻ അങ്ങനെ വിശ്വാസക്കുറവൊന്നുമില്ല. ഞങ്ങൾ നാളെ ലോലനെ കാണാനുള്ള പരിപാടി നോക്കട്ടെ. ദാ, ഇതിനകത്ത് അയവാച്ചന് കഴിക്കാനുള്ള ബ്രെഡ്, പഴം, വെള്ളം എല്ലാം ഉണ്ട്. നാളെ രാത്രി ഞങ്ങൾ വീണ്ടും വരാം. ദാ, ഇതെന്തത്? പകൽ സമയം വായിക്കാൻ പറ്റിയ പുസ്തകം, ഒളിവിലെ ഓർമ്മകൾ. വാ, അപ്പൊ ശരി. നമസ്കാരം. എന്താടാ പതിവില്ലാതെ? അല്ല, അമ്മാവനെ അമ്മായിയൊക്കെ കണ്ടിട്ട് ഒത്തിരി നാളായല്ലോ. വിശേഷങ്ങളൊന്നും അറിയുന്നുമില്ല. വിശേഷങ്ങൾ അറിയാഞ്ഞിട്ട് നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടായോ? അതല്ല, അമ്മായി ഇല്ലേ അമ്മാവ? അവളും പിള്ളേരെ പുലാപ്പറ്റേക്ക് പോയിരിക്കുക. നീ കിടന്ന് ചുറ്റി കളിക്കാതെ കാര്യം എന്താണെന്ന് പറ. അടിയടാ. അല്ല അമ്മാവ, ഞാൻ ആലോചിക്കായിരുന്നു, ഈ പത്രം എടുത്ത് നോക്കിയാൽ എവിടെയും കൊലപാതകവും തട്ടിക്കൊണ്ടു പോകലും കാണാതായാലും മാത്രമേ ഉള്ളൂ. നമ്മുടെ നാടിന്റെ ഒരു പോക്കേ. ഇന്നത്തെ പത്രത്തിൽ തന്നെ കണ്ടില്ലേ നമ്മുടെ ഇരങ്ങോട്ട് അയവാച്ചന്റെ കാര്യം? എന്ത് യോഗ്യനായ മനുഷ്യൻ! അയാൾക്ക് പുറപ്പെട്ടു പോകേണ്ട വല്ല കാര്യമുണ്ടോ? അയാളുടെ വീട്ടുകാരുമായിട്ടുള്ള എന്റെ ബന്ധം ഓർക്കുമ്പോ എങ്ങനെയാണ് വിഷമം തോന്നാതിരിക്കുന്നത്? ഫാക്ടറി കാര്യത്തിൽ നിൽക്കക്കള്ളിയില്ലാതെ വന്നപ്പോ പാവം സ്ഥലം വിട്ടതാ. പിന്നെ കണ്ടുപിടിച്ചു കൊടുക്കുന്നവർക്ക് അയവാച്ചന്റെ വീട്ടുകാർ 10,000 രൂപയാ കൊടുക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത്. അത് നിനക്കെങ്ങനെ അറിയാം? ഈ അയവാച്ചൻ പോലും ഇപ്പൊ എവിടെ ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാമാവാ. ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ മാത്രം മതി. രൂപ 10,000 എന്റെ പോക്കറ്റിലാ. പിന്നെ നിനക്ക് കാണിച്ചു കൊടുത്താലെന്താ?
10,000 രൂപ നിനക്ക് കിട്ടൂലേ ഇവിടെ ഇങ്ങനെ തെറ്റിത്തിരിയാതെ? പറ്റില്ല. ശരിക്കും ഐവാച്ചൻ എനിക്ക് എന്റെ സ്വന്തം സഹോദരനെ പോലെയാണ്. ഞാനുണ്ടില്ലെങ്കിൽ ഐവാച്ചൻ ഒന്നില്ല. ഞാൻ കരഞ്ഞില്ലെങ്കിൽ ഐവാച്ചൻ കരയില്ല. അങ്ങനെ ആത്മബന്ധമുള്ള ഞാൻ തന്നെ ഒരു യൂദാസായി മാറിയാൽ എന്റെ മനസാക്ഷി കുത്തു അമ്മാവാ. അമ്മാവാ, വല്ലവർക്കും കാട്ടിക്കൊടുത്ത മനസാക്ഷി എന്താ ഉമ്മ വയ്ക്കൂ. ഷോ, ഈ അമ്മാവന് സംഭവം മനസ്സിലായില്ല. അമ്മാവാ, ഐവാച്ചൻ ആര് കാണിച്ചു കൊടുത്താലും അവർക്ക് വീട്ടുകാര് 10,000 രൂപ കൊടുക്കും. എനിക്ക് കാണിച്ചു കൊടുക്കാൻ മനോവിഷമമുള്ളതുകൊണ്ട് ഞാൻ അമ്മാവന് കാണിച്ചു തരും. അമ്മാവന് കിട്ടുന്ന 10,000 രൂപ നമ്മൾ 50-50 ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കും. കൊള്ളാമല്ലോ മോനെ. മണി എത്രയായി? 10, 20, 30. 10:45 കവല എന്നൊരു ബസ്സുണ്ട്. എന്റെ മരുമോൻ വേഗം സ്ഥലം വിട്ടേ പോയിക്കോ. ഓ, അമ്മാവ, അമ്മായിയോട് പ്രത്യേകം പറഞ്ഞേക്കണേ. ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം, നിന്നെ ഈ പഠിക്കകത്ത് കയറ്റരുത്. ഓ പോയിക്കോടാ. പാന്റ് ഷർട്ടോട്ട് രാവിലെ ഇറങ്ങും മനുഷ്യനെ മെനക്കെടുത്താൻ. പപ്പാ, എനിക്കും കൂടെ